എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ബിഗ് ബോസ് മലയാളം സീസൺ 8ന്റെ അഗ്നിപരീക്ഷയുടെ ചെറിയ റിവ്യൂ ആണിത്. അങ്ങനെ നമ്മുടെ പൂജ പുറത്തായി ഗൈസ്. പൂജ എന്ന് പറയുമ്പം രണ്ടാമത് കയറി കൊളുത്തിയ പൂജ, അതായത് ജഡ്ജസിന്റെ ഡിസിഷനെയൊക്കെ ക്വസ്റ്റ്യൻ ചെയ്തൊരു പൂജയുണ്ട്. സോ ഇതിനകത്ത് ഞാൻ വിചാരിക്കുന്നില്ല ഈ 3 ജഡ്ജസ് മാത്രമാണ് നമ്മുടെ ഫൈനൽ ഡിസിഷൻ എടുക്കുന്നതെന്ന്. മേ ബി അതിന്റെ പുറകിൽ സ്ട്രോങ് ആയിട്ടുള്ള മാനേജ്മെന്റ് അല്ലെങ്കിൽ ഒരു ബിഗ് ബോസിന്റെ ഒരു ടീം ഉണ്ടാവുമായിരിക്കും. അപ്പൊ അവരുടെ ക്രൈറ്റീരിയ എന്താണെന്നുള്ളത് നമുക്കറിയാൻ പറ്റില്ല. ഈ ഒരു ഷോ നടത്തുന്ന ആൾക്ക് ഷോയ്ക്ക് ഒരു തീമുണ്ട്. ആ തീമിന് അനുയോജ്യമായിട്ടുള്ള ആളുകളെയാണ് അവർക്ക് വേണ്ടത്. അവർക്ക് അവരുടേതായിട്ടുള്ള കാഴ്ചപ്പാടുണ്ട്. കാരണം ഇത് ബിഗ് ബോസിലേക്ക് പോകുന്നതിന് മുമ്പുള്ള ഒരു ചെറിയ ട്രയൽ മാത്രമാണ് ശരിക്കും. ഫൈനൽ ബിഗ് ബോസ് സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഈ ജഡ്ജിമെന്റിനെയോ അല്ലെങ്കിൽ ബിഗ് ബോസിനെയോ കുറ്റം പറയുന്നതിൽ വലിയ ലോജിക് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ജസ്റ്റ് കണ്ടു കളയാം എന്നുള്ളതല്ലാതെ. പക്ഷെ ഒരു പ്രേക്ഷകൻ എന്നുള്ള നിലയിലും നമ്മൾ ഇത്രയും കാലം ബിഗ് ബോസ് കണ്ടിട്ടുള്ള ആളായതുകൊണ്ടും എനിക്ക് തോന്നുന്നു ബിഗ് ബോസ് പോലത്തെ ഒരു പ്ലാറ്റ്ഫോമിൽ വന്നാൽ അത്യാവശ്യം കയറി കൊളുത്താൻ പറ്റുന്ന, കുറെ നാൾ പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ തന്നെ ആയിരുന്നു പൂജ എന്ന കണ്ടസ്റ്റന്റ്. അത് ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ് എൻ്റെ. ബിഗ് ബോസും അല്ലെങ്കിൽ ജഡ്ജസും ഒക്കെ അതിനെ ഒരു പക്ഷെ വേറെ വ്യൂ പോയിന്റിലായിരിക്കാം കാണുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നമുക്കറിയാത്ത കാര്യത്തിൽ നമുക്ക് ഒരിക്കലും അഭിപ്രായം പറയാൻ കഴിയില്ല. ബട്ട് പേഴ്സണലായി ഒരു മനുഷ്യൻ എന്നുള്ള നിലയിൽ അല്ലെങ്കിൽ ഷോ സ്ഥിരം കാണുന്ന ഒരു പ്രേക്ഷക എന്നുള്ള നിലയിൽ പൂജ പലപ്പോഴും ഇറിറ്റേറ്റിംഗ് ആയിട്ട് തോന്നിയിട്ടുണ്ട്, ഓവർ സ്മാർട്ടായി തോന്നിയിട്ടുണ്ട്. പക്ഷെ ബിഗ് ബോസിന് വേണ്ടത് അങ്ങനത്തെ കണ്ടസ്റ്റൻസിനെയും കൂടിയാണ് എന്ന് പരിഗണിക്കുമ്പോൾ മറ്റു പലരുമായിട്ട് താരതമ്യപ്പെടുത്തുമ്പോൾ ഈ ലാസ്റ്റ് പൂജയുടെ കൂടെ വന്നത് ശ്യാമാണ്. തുടക്കത്തിൽ ശ്യാം അടിപൊളിയായിരുന്നു. നമ്മളൊരു വീഡിയോയിലൊക്കെ അത് പറയുകയും ചെയ്തു എന്ന് തോന്നുന്നു. പക്ഷെ ശ്യാം കമ്പാരിറ്റീവ്ലി ഓരോ എപ്പിസോഡ് എടുക്കുമ്പോഴും ഒന്ന് നനഞ്ഞ കോഴിയെ പോലെ അങ്ങ് ഒതുങ്ങി നിൽക്കുകയാണ്. അങ്ങനെ ഒരു ഭയങ്കര ആക്റ്റീവായിട്ട് നിൽക്കുന്നതായിട്ട് കാണുന്നുമില്ല. തുടക്കത്തിലുള്ള ആ ഒരു ഇമ്പാക്റ്റ് പിന്നെ പുള്ളിക്കാരന് നിലനിർത്താൻ പറ്റിയിട്ടില്ല. അതേസമയം പൂജ ആകട്ടെ ആദ്യം തൊട്ട് ഇതുവരെയും സ്ട്രോങ് ആയിട്ട് പറയാനുള്ളത് പറഞ്ഞും പ്രതികരിച്ചും ഒക്കെ വളരെ സ്ട്രോങ് ആയിട്ട് നിൽക്കുകയാണ്. പിന്നെ ഇതിന്റെ ഒരു കുഴപ്പം എന്താന്ന് വെച്ച് കഴിഞ്ഞാല്, നമ്മൾ കാണുന്നത് ഈ 24/7 പോലെ അല്ലല്ലോ. ഇത് ഫുൾ ലൈവായിട്ടല്ലല്ലോ കാണുന്നത്. 1 മണിക്കൂറത്തെ ഓൾറെഡി ഷൂട്ട് ചെയ്ത എഡിറ്റ് ചെയ്ത ഒരു എപ്പിസോഡാണ് നമ്മൾ കാണുന്നത്. അത് കാരണം നമുക്ക് ലൈവ് ഫുള്ള് കാണുന്ന പോലെ ഈ ഒരു ഷോയ്ക്കകത്ത് നമ്മുടെ ജഡ്ജ്മെന്റ് പറയാൻ ബുദ്ധിമുട്ടാണ്. കാരണം ജഡ്ജസ് എന്തൊക്കെയാണ് കാണുന്നത് എന്തൊക്കെയാണ് കാണാത്തതെന്ന് നമുക്കറിയത്തില്ല. നമ്മളെ അവർ എഡിറ്റ് ചെയ്ത 1 മണിക്കൂറിൽ കാണുന്ന കാര്യങ്ങളാണ് നമ്മൾ ദിവസവും കാണുന്നത്. ഈ ഒരു ഷൂട്ടിന്റെ ടൈമിൽ ഇവരുടെ പെർഫോമൻസ് റിയൽ ആയിട്ട് കാണുന്നത് അവിടെ ഇരിക്കുന്ന 3 ജഡ്ജസും ഒരു പക്ഷെ ബിഗ് ബോസ് ടീമും ഒക്കെ ആയിരിക്കും. അപ്പൊ അതുകൊണ്ട് ഞാൻ ഇതിനകത്ത് തീർത്തും എൻ്റെ ഒപ്പീനിയൻ ശരിയാണെന്നും പറയാൻ പറ്റില്ല. ഇതിനകത്ത് വേറൊരു പ്രശ്നം കൂടെ ഉണ്ട്. നമ്മൾ ടെലികാസ്റ്റ് ചെയ്ത എപ്പിസോഡ് കണ്ടതിൽ നിന്ന് എനിക്ക് മനസ്സിലായത്, അവിടെ നിൽക്കുന്ന പകുതിയിലേറെ പേരെക്കാൾ കൂടുതൽ സ്മാർട്ടായിട്ടുള്ള ഒരു കണ്ടസ്റ്റന്റ് ആണ് പൂജ. എന്തായാലും ഈ ഘട്ടത്തിൽ പുറത്തു പോകേണ്ട ഒരാളല്ല. മാത്രമല്ല ശ്യാമിനേക്കാൾ സ്മാർട്ടാണ്, അതിലൊരു സംശയവും എനിക്കില്ല. അങ്ങനെ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് ഞാൻ പറയുന്നത്. ബട്ട് ജഡ്ജസ് ഏത് ക്രൈറ്റീരിയ വെച്ചാണെന്ന് നമുക്കറിയത്തില്ല. എന്തായാലും പൂജയുടെ എവിക്ഷനെ കുറിച്ചുള്ള പ്രേക്ഷകരുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. വേറൊരു വശം നോക്കിയാൽ പൂജ കുറച്ച് ഓവർ സ്മാർട്ട് കളിച്ചു. കുറച്ച് അഗ്രഷൻ ആണെങ്കിലും കുറച്ച് ഓവറായിട്ട് തോന്നി. മേ ബി ജഡ്ജസിന് ഡിസ്റെസ്പെക്ട് ചെയ്യുന്ന രീതിയിലൊക്കെ അവർക്ക് തോന്നാം, അത് നമുക്കറിയില്ല. ബട്ട് ഒരു ബിഗ് ബോസ് മെറ്റീരിയൽ എന്ന നിലയിൽ നോക്കുമ്പോൾ പൂജ ഒരു അടിപൊളി പ്ലെയർ ആയിരുന്നു. അല്ലെങ്കിൽ ഒന്നും കൂടെ ഇമ്പ്രൂവ്മെന്റ് ഒന്നും ആകുമായിരുന്നു എന്നാണ് വ്യക്തിപരമായി എനിക്ക് തോന്നുന്നത്. എന്തായാലും പൂജ ഈ ഷോയിൽ നിന്ന് എവിക്റ്റ് ആയിരിക്കുകയാണ്. നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമന്റ് ചെയ്യുക. താങ്ക് യു.